ഹലോ എവരിവൺ വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ ബാങ്ക് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. സോ നമ്മൾ ഇന്ന് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത്, ഇതൊരു ടോപ്പിക്ക് മാത്രമല്ല, എല്ലാ ടോപ്പിക്സിലും ആവശ്യമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാര്യം ഇപ്പൊ ഏതൊരു അരിത്തമെറ്റിക് സെക്ഷൻ ആണെങ്കിലും, ടൈം ആൻഡ് വർക്ക് ആണെങ്കിലും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും, അതിനകത്തൊക്കെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം, സിംപ്ലിഫിക്കേഷൻസിലോട്ട് നോക്കാം. സിംപ്ലിഫിക്കേഷൻ ബോർഡ് മാസ് യൂസ് ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ ആണ് കോമൺലി നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഏത് ഓർഡറിൽ ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്നത്. വി ബോർഡ് മാസ് എന്നാണ്. വി ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ വെർണിക്കുലം, ബ്രാക്കറ്റ് ഓപ്പൺ, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ഒരു ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ് വി ബോർഡ് മാസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ഉണ്ട്, ഡിജിറ്റ് സം മെത്തേഡ് ഉണ്ട്. അതായത് എപ്പോഴും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ എത്തി ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്ന മെത്തേഡ്, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ച് ഓപ്ഷനിൽ നിന്ന് പോകുന്ന മെത്തേഡ് യൂസ് ചെയ്യാം, ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ സിംപ്ലിഫിക്കേഷനകത്ത് വരുന്നത് സ്ക്വയർ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയേഴ്സ് പഠിക്കണം, സ്ക്വയർ റൂട്ട് പഠിക്കണം, ക്യൂബ് റൂട്ട് പഠിക്കണം, സേർഡ്സ് ആൻഡ് ഇൻഡിസസ് അതിന്റെ റൂൾസ് എല്ലാം പഠിക്കണം. അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷനകത്ത് വേണ്ടുള്ള പെർസെന്റേജ്, 20% എന്ന് പറഞ്ഞ ഉടനെ 1/5 എന്ന് എഴുതാൻ പറ്റണം, അല്ലെ? അതുപോലെ തന്നെ ഫ്രാക്ഷൻസിനെ പറ്റിയും ഡെസിമൽസിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. ഫ്രാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഡെസിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ബി ബോർഡ് മാസ് ആണ്. ബി ബോർഡ് മാസിൽ ബി എന്ന് പറഞ്ഞാൽ വെർമിക്കുലം അല്ലെങ്കിൽ അണ്ടർലൈൻ എന്നൊക്കെ പറയും, യു ബോർഡ് മാസ് എന്നൊക്കെ പറയും. അതായത് 4 - 3 + 2 എന്ന് എഴുതിയിട്ട് ഈ 3 + 2ന്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെയാണ് വിൻകുലം അല്ലെങ്കിൽ വെർമിക്കുലം എന്നൊക്കെ പറയുന്നത്. ചിലപ്പം ഈ ഒരു ബാർ താഴെയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കൂടുതലും എക്സാമിന് മുകളിൽ വിൻകുലം തന്നെ, അണ്ടർലൈൻ അങ്ങനെ കാണാറില്ല, വിൻകുലം തന്നെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ബാർ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. 3 + 2 ചെയ്തതിനു ശേഷം മാത്രമേ 4ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ദെൻ ബി പറഞ്ഞു. അടുത്ത ബി ആണ് ബ്രാക്കറ്റ് ഓപ്പൺ. ഓപ്പൺ ബ്രാക്കറ്റ് കാണും, സ്ക്വയർ ബ്രാക്കറ്റ് കാണും, കേർലി ബ്രാക്കറ്റ് കാണും. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഓപ്പറേഷൻസ് ആദ്യം ചെയ്യുക. ദെൻ ഓ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാഫ് ഓഫ് 6, ഹാഫ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്താ? 3 അല്ലേ? ഹാഫ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി എന്താ? 3 അല്ലേ? സോ ഹാഫ് ഇൻറ്റു 6 ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് 3. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, പക്ഷെ ഓഫ് ആദ്യം ചെയ്യണം, പിന്നെ ഡിവിഷൻ. ഡിവിഷൻ ആണ് അടുത്തത്, ഡിവിഷൻ ആണ് അടുത്തത്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ഇതാണ് വി ബോർഡ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം വി ബോർഡ് മാസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 12 / 4 / 3 എന്താണെന്നാണ്. 12 / 4 / 3യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കി നമ്മുടെ ബോർഡ് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിവിഷൻ ആദ്യം, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, അതെല്ലാം അറിയാം. പക്ഷെ രണ്ട് ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യും? 12 / 4 / 3. ഇവിടെ രണ്ട് ഡിവിഷൻസ് ആണ് കിടക്കുന്നത്, അല്ലെ? രണ്ട് ഡിവിഷൻസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഏത് ആദ്യം ചെയ്യും? സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ആലോചിക്കുക, 2 - 3 ഒക്കെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ 12 / ബാക്കി ഡിവിഷൻ വരുന്ന എല്ലാം ഡിനോമിനേറ്ററിൽ കൊടുക്കുക, 4 × 3. അതായത് ഡിവിഷൻ ആദ്യം വരുന്ന ഡിവിഷൻ വേണം ആദ്യം ചെയ്യാം. ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ 12 / 4 ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ്. സോ 3 / 3 എന്ത് വരും? 1 വരും. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യാം? രണ്ട് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, രണ്ട് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 12 / 4 / 3 എന്ന് വെച്ചാൽ 12 / 4 × 3 ആണ്. ഇനി ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ടെങ്കിലും ആ ഡിവിഷനും ഇവിടെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുക, ഡിനോമിനേറ്ററിൽ അത് 2 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ 12 / 4 / 3 എന്ന് പറഞ്ഞാൽ 12 / 4 × 3 ആണ്. ആൻസർ എത്ര വരും? 1 വരും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ഫസ്റ്റ് ഡിവിഷൻ ആദ്യം ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് കറക്റ്റ് റൂള്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് 12 /
ആ 4 into 3 അങ്ങ് താഴെ കൊടുത്തിരുന്നാൽ മതി അല്ല 4 into 3 താഴെ കൊടുത്തിരുന്നാൽ മതി. ഒരു ക്വസ്റ്റിനും കൂടി ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. 720 divided by 360 divided by 120 divided by 30 into 80. The question 720 divided by 360 divided by 120 divided by 30 divided 30 into 18. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡിവിഷൻ കഴിഞ്ഞുള്ള എല്ലാ ടേംസും നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്ത് ചെയ്യാം. ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട. കട്ട് ചെയ്യാൻ ചിലപ്പോൾ ഈസി അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതാം? 720 divided by 360 into 120 into 30. എന്നിട്ട് കിട്ടുന്ന ആൻസർ ഡിവിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം into 18. മനസ്സിലായോ? അത് മുകളിലോട്ട് വരും. ക്ലിയർ ആണോ? 720 divided by 3 എഴുതണം. എന്നിട്ട് ഇത് ഡിവൈഡ് ബൈ ആയിരുന്നെങ്കിൽ 18 താഴെ പോയിരുന്നു. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 18 മുകളിൽ വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 360യുടെ ഡബിൾ ആണ് 720. നമുക്ക് ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നത് 2 120 കൂടെ കട്ട് ചെയ്താൽ 60 ആണ്. ഇനി 6 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും, ഇവിടെ 10 വരും. 3യും 30യും കൂടെ കട്ട് ചെയ്താൽ 10 വരും. സോ 1/100 എന്ന് കിട്ടി അല്ലെ? 1/100 എന്ന് കിട്ടി. സോ ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും? ഇപ്പൊ 1 എന്നോ 0.1 എന്നോ 0.001 എന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഓപ്ഷൻ. നമുക്കറിയാലോ ഇതിന്റെ ആൻസർ അപ്പൊ എന്ത് വരും? 0.01 എന്ന് വരും അല്ലെ? 0.01. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ വന്നാൽ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? അതായത് ഒരു നമ്പർ a ഡിവൈഡഡ് ബൈ b ഡിവൈഡഡ് ബൈ c ഡിവൈഡഡ് ബൈ d. ഇങ്ങനെ ഒരു പ്രോബ്ലം എവിടെയെങ്കിലും കണ്ടാൽ ഓർക്കുക എന്താ ചെയ്യേണ്ടത്? a ഡിവൈഡഡ് ബൈ b ഇൻറ്റു c ഇൻറ്റു d ചെയ്താൽ മതി. ഇനി അതിന്റെ അപ്പുറത്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാതെ അത് ഡിനോമിനേറ്റർ എഴുതാൻ പാടില്ല. ഓക്കെ ആണേ? കിട്ടിയല്ലോ? 0.01 എല്ലാവർക്കും കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് ഒക്കെ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മെയ് 15 മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കേട്ടോ. അപ്പം ഇത്രയും ഓഫ്ലൈൻ സെന്ററുകളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 6 into 6 into 6 into 6 into 6 plus 6 into 6 into 6 into 6 is equal to 81 into 3.15 into question mark. ആ question mark എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റും? 6 into 6 into 6 into 6 into 6. നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ഈസ് ആൻ ആർട്ട് എന്നൊക്കെ എല്ലാവരും പറയും. കാരണം നമുക്ക് അപ്പോഴും തോന്നുന്ന രീതിയിലാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് വേണം, നന്നായിട്ട് നമ്പറുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് സ്പീഡ് കിട്ടും. ഇവിടെ 6 raised to എത്ര 6 ഉണ്ട്? 1 2 3 4 5. 6 raised to 5 ഉണ്ട്. പ്ലസ് ഇവിടെ 4 തന്നെ ഉള്ളൂ. 6 raised to 4 is equal to 81 into 3.5 എന്നാണ്. ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഞാൻ എക്സ് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഈ 6 raised to 4 അങ്ങ് കോമൺ എടുക്കുക. 6 raised to 4 അങ്ങ് കോമൺ എടുത്താൽ 6 raised to 5 ബാലൻസ് 6 raised to 1. ഇവിടെ സേർഡ്സ് ആൻഡ് ഇന്റിജേഴ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? a raised to m into a raised to n ആണ്. a raised to m plus n. a raised to m into a raised to n ആണ്.
a raised to m plus n. അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റിലേഷൻ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 6⁵ നിന്ന് 6⁴ പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 6 ഉണ്ട് അല്ലെ. 5 ഉള്ളതിൽ നിന്ന് 4 പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 6 ഇല്ലേ. ഇവിടുന്ന് 4 പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാത്രമേ ഉള്ളൂ അല്ലെ. 1 മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു 81 നമുക്ക് എങ്ങനെ എഴുതാം, 9 × 9 എഴുതാം, അല്ലെങ്കിൽ 3⁴ എന്ന് എഴുതാം, 9² എന്ന് എഴുതാം, അല്ലെങ്കിൽ 3⁴ എന്ന് എഴുതാം. തൽക്കാലം 9 × 9 എഴുതി, 3.5 എഴുതി, ഇൻറ്റു x എഴുതി. ക്ലിയർ ആണല്ലോ. അപ്പൊ 6⁴ എന്ന് പറഞ്ഞാൽ 3⁴ ഇൻറ്റു 2⁴ എന്ന് എഴുതിക്കൂടെ. 3⁴ ഇൻറ്റു 2⁴ എന്ന് എഴുതിക്കൂടെ. കാരണം 6 എന്ന് പറഞ്ഞാൽ ഇതും ആലോചിക്കുക, a ഇൻറ്റു m, a ഇൻറ്റു b the whole raised to m എന്ന് പറഞ്ഞാൽ a raised to m ഇൻറ്റു b raised to m ആണ്. 6നെ 2 ഇൻറ്റു 3 the whole raised to 4 എന്ന് എഴുതിയാൽ 2⁴ ഇൻറ്റു 3⁴ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് ചെയ്തേക്കുന്നത്. ഇനി അപ്പൊ 6⁴ ഞാൻ 3⁴ ഇൻറ്റു 2⁴ എന്ന് എഴുതി. ഇനി ബാക്കി ഈ പോർഷൻ എന്ത് വരും, 6 + 1 7 ആണ് അല്ലെ. ഇതിനെ ഞാൻ 6⁴ 3 സ്പ്ലിറ്റ് ചെയ്ത് 3⁴ 2⁴ എന്ന് എഴുതി, ഇൻറ്റു 7 is equal to 9 × 9 എന്ന് പറഞ്ഞാൽ 3² ഇൻറ്റു 3² that is 3⁴. 81 എന്ന് പറഞ്ഞാൽ 3⁴ ആണ് അല്ലെ, ഇൻറ്റു 3.5 ഇൻറ്റു x. ഈ 3⁴ രണ്ടും ക്യാൻസൽ ആയി. 7ഉം 3.5 കൂടെ കട്ട് ചെയ്താൽ 0.5 ആണ്. 7 × 5 ആണ് 35, ഒരു ഡെസിമൽ കൊടുത്തു. x is equal to 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്, 16/0.5. x is equal to 16/0.5 അല്ലെങ്കിൽ 160/5 എന്ന് വരും. ആൻസർ എത്ര കിട്ടും, 30. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഓപ്ഷൻസും അങ്ങനെ തന്നെയായിരിക്കും. ഇതിന്റെ ഓപ്ഷൻസും അതുപോലെ തന്നെയാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ 8 ആയിരുന്നു, ഓപ്ഷൻ ബി 16 ആയിരുന്നു, ഓപ്ഷൻ സി 32 ആയിരുന്നു, ഓപ്ഷൻ ഡി 64 ആയിരുന്നു, ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ് ആയിരുന്നു. മനസ്സിലായോ? ഈ പ്രോബ്ലം ഓക്കെ ആണോ? അല്ലാതെ ഒരിക്കലും ഈ 6 × 6 × 6 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് 6⁵5 കണ്ടുപിടിച്ച് 6⁴ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്തതിൽ 1 2 3 4 സ്റ്റെപ്സ് ഉണ്ട്, 4 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഇതിലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നിങ്ങൾ ആ ഒരു നമ്പർ എടുത്ത് ഇപ്പൊ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഇതല്ലെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് 6⁴ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 + 1 7 ആണ്. 81 എന്ന് പറഞ്ഞാൽ നമുക്ക് 6ലും 3 ഉണ്ടായിട്ട് കട്ട് ചെയ്യാൻ ഭാഗത്തിന് 3⁴ ഇൻറ്റു 3.5 എന്ന് എഴുതാം. 3⁴ ഇവിടെ കട്ട് ചെയ്താൽ 3⁴ ഇവിടെ കട്ട് ചെയ്ത് ബാക്കി 2⁴. 7ഉം 35 കൂടെ കട്ട് ചെയ്ത 0.5. ഇങ്ങനെ 2⁴/5 എന്ന് വെച്ചാൽ 2⁴ ഡബിൾ ആണ് അല്ലെ. 0.5 എന്ന് വെച്ചാൽ ഹാഫ് ആണ്. 2⁴/0.5 2⁴ is equal to 1/2x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ x is equal to ഈ 2 കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്, 16 × 2 32 ആണ്. അപ്പൊ ജസ്റ്റ് സിംപ്ലി ചെയ്ത് പോവാം, ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്ത് പോവാം. ബൈ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 5 + 34 - 7 the whole into 24 divided by 3 into 5 - 43 - 8 into 5. ശരിക്കും പറഞ്ഞാൽ ഇത് വിൻകുലമാണ്, അണ്ടർലൈൻ അല്ല, വിൻകുലമാണ്. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയതാ. രണ്ടായാലും സെയിം ആണ്, വിൻകുലം ആണെങ്കിലും അണ്ടർലൈൻ ആണെങ്കിലും സെയിം കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, 5 + ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതിയേക്കാം, 34 - 7 into 24 divided by 3 into 5 - 43 - 8 into 5. ഇത് വിൻകുലത്തിലാണ്. ഇത് നമ്മളപ്പോ എന്ത് ചെയ്യണം, ആദ്യമേ ചെയ്യണം. സോ 5നെ ആഡ് ചെയ്യേണ്ട സാധനം അറിയാത്തത് കൊണ്ട് നമ്മൾ 5 + ഇട്ട് പോവുകയാണ്. അതുപോലെ 34 - 7 ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ 7 ഇൻറ്റു എന്നൊരു സംഭവം കിടപ്പുണ്ട്.
അപ്പൊ 7 ഇൻറ്റു ചെയ്തിട്ട് 34 സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അത് അതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോന്ന് വെച്ചാൽ ഈ പോർഷൻ ചെയ്യാൻ പറ്റും. ഈ വിൻകുലത്തിനകത്ത് അകത്ത് കിടക്കുന്നത് 43 മൈനസ് 8 ഇൻറ്റു 5 എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ വേണം ഇതിനകത്ത് ആദ്യം ചെയ്യാൻ. 8 ഇൻറ്റു 5 40 ആണ്. അപ്പൊ 43 മൈനസ് 43 എന്ന് വരും. ശരിയല്ലേ? 8 ഇൻറ്റു 5 40 ആണ്. അപ്പൊ 43 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 വരും. അത് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ആവും. 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 6 ആവും. ഇത്രയും മതി നമ്മൾ അല്ലെ. ഇനി 24/6 എത്ര? 4 ആണ്. 4ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 ആണ്. അപ്പൊ 5 പ്ലസ് 34 മൈനസ് 28 എന്ന് പറയും. സോ ആൻസർ 11. ഓക്കെ ആണോ? അപ്പൊ ചെയ്യേണ്ട ഓർഡർ എന്തായിരുന്നു? വിൻകുലത്തിൽ കിടക്കുന്നത് കൊണ്ട് 8 ഇൻറ്റു 5 ആദ്യം ചെയ്തു 40. 43 40 പോയി കഴിഞ്ഞാൽ 3 ആണ്. 5 3 പോയ 2 ആണ്. ആ 2ഉം ഈ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. 24/6 വരും. 24/6 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 7 28 ആണ്. 34 28 പോയി കഴിഞ്ഞാൽ ബാലൻസ് 6 ആണ്. 6 പ്ലസ് 5 11 ആണ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 24 plus 30 minus 5 into 0.5 of 10 minus 45 divided by 17 minus. ഇതാണ് ചോദ്യം. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 47, ഓപ്ഷൻ ഡി 14, ഓപ്ഷൻ ഇ none of these. ബാങ്കിന്റെ എക്സാമില് ഓപ്ഷൻ ഇ മിക്കപ്പോഴും നൺ ഓഫ് ദീസ് ആണ് വരുന്നത്. അതൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. 24 plus 30 minus 5 into 0.5 of 10 minus പിന്നെ ബ്രാക്കറ്റിനകത്ത് 45 divided by 17 minus 2. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 24 plus 30 minus 5 into 0.5 of 10 minus ബ്രാക്കറ്റിനകത്ത് 45 divided by 17 minus 2. സോൾവ് ചെയ്ത് വരുന്നത് എവിടെ നിന്ന്? എവിടെ നിന്ന് സോൾവ് ചെയ്ത് വരണം? എവിടെ നിന്ന് സോൾവ് ചെയ്ത് വരണം? 17 minus 2 എന്ന് പറഞ്ഞാൽ 15 ആണ്. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ആദ്യം സോൾവ് ചെയ്യണം. 17 2 പോയാൽ 15 ആണ്. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് അനുസരിച്ച് 45ഉം 15ഉം കൂടെ ഡിവൈഡ് ചെയ്യണം അല്ലെ. 45 by 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 45 by 15 ഒക്കെ 3 ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ അറിയണം. 15 30 45 അത് അറിഞ്ഞിരിക്കണം കേട്ടോ. 60 75 90 105 ആ ഓർഡറിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി 24 plus 30 ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ അഡീഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പുറത്ത് കിടക്കുന്നത് സബ്ട്രാക്ഷൻ ആണ്. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യേണ്ട ഓർഡറിന് പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 24ഉം 13ഉം ആഡ് ചെയ്യാം. 24ഉം 13ഉം ആഡ് ചെയ്താൽ 37 minus 5 into 0.5 of 10. ഓഫ് ആദ്യം ചെയ്യണം. കാരണം അതാണ് ആദ്യം ചെയ്യേണ്ടത്. 0.5 of 10 എന്ന് പറയുമ്പോൾ 5 വരും. 5 into 5 എന്ന് പറയുമ്പോൾ 25 വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ച് അത് രണ്ടാമത് ചെയ്യാതെ നിൽക്കല്. ഇവിടെ ഒരു ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ ആദ്യം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അങ്ങനെ ഒന്നും ഓർക്കരുത്. കാരണം ഓഫ് ആണ് ആദ്യം ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷനേക്കാളും ഡിവിഷനേക്കാളും മുമ്പ് ഓഫ് തന്നെ ചെയ്യണം. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിൽ പ്രശ്നമില്ല. കൂടെ വന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ല. സോ
5 into 0.5 into 10 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും പെട്ടെന്ന് 25 എന്ന് തന്നെ കിട്ടിക്കോളും. സോ മൈനസ് ഈ പോർഷൻ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 ആണ് കിട്ടിയത്. അപ്പൊ 37 ന്ന് 25 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 12 ഉണ്ട്. 12 ന്ന് 3 പോയി കഴിഞ്ഞാൽ ബാലൻസ് 9. സോ ആൻസർ ഓപ്ഷൻ എ 9. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What will come in place of question mark എന്നാണ് ചോദ്യം. 36 minus 2 into 20 plus 12 divided by 4 into 3 minus 2 into 2 plus 10. ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. കാരണം സിംപ്ലിഫിക്കേഷൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഫാസ്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, 36 minus 2 into 20 plus 12 divided by 4 into 3 minus 2 into 2 plus 10 എന്താണെന്നാണ് ചോദ്യം. So 36 minus 2 into 36 2 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ തൊട്ടടുത്തൊരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്. ഈ 2ഉം ബ്രാക്കറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. 2ഉം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ 2നെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ 36 ന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ പിന്നെ ആദ്യം ആരെയാ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്ത് ആദ്യം ആരെയാ ചെയ്യേണ്ടത്? ഒരു പ്ലസ് ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സബ്ട്രാക്ഷൻ ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ, അല്ലെ? ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. 12 divided by 4 എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 3 into 3 എന്ന് പറയുന്നത് 9 ആണ്. സോ 20 plus 9 എന്ന് വരും. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആ 3യും ഈ 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. ഓക്കെ, മൈനസ് 2 into 2 എന്ത് വരും? 4 വരും, പ്ലസ് 10. സോ 36 minus 2 into 9 ന്ന് 4 പോയി കഴിഞ്ഞാൽ 5 ആയി. 20 plus 5 25 plus 10 എന്ന് വരും. 36ഉം 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 46, അതിൽ നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും, അല്ലെ? സബ്ട്രാക്ട് ചെയ്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 46 minus 50 അല്ല, 46 minus 50 ആണ്. സോ മൈനസ് 4. ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചില പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾ എല്ലാ റൂൾസും എല്ലാ വാല്യൂസും ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ലൈക് പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 20% ഓഫ് 30 ഇങ്ങനെ ഒരു നമ്പർ തന്നു. 20% എന്ന് വെച്ചാൽ 20/100 അല്ലേ? 20% എന്ന് പറഞ്ഞാൽ 20/100 അല്ലേ? ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അല്ലേ? അപ്പൊ 20/100 into 13 ആയില്ലേ? 20/100 into 13 ആയില്ലേ? അപ്പൊ ഇവിടെയും 2 0 ഉണ്ട്, ഇവിടെയും 2 0 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് 6 എന്നല്ലേ ആൻസർ വരുന്നത്. സോ ഇത് മനസ്സിലാക്കുക. 20% ഓഫ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് ക്യാൻസൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കൂടെയുള്ള 2 സീറോയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 20% ഓഫ് 50 എന്ത് വരും? അപ്പം 20% ഓഫ് 50 എന്ത് വരും? പെർസെന്റേജും 2 സീറോയും ക്യാൻസൽ ചെയ്തു 10. 40% ഓഫ് 100 എന്ത് വരും? പെർസെന്റേജും 2 സീറോയും ക്യാൻസൽ ചെയ്ത് 40 എഴുതി. സോ ഈ ഒരു മോഡലിൽ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായില്ല, പെർസെന്റേജും സീറോസും ക്യാൻസൽ ചെയ്യുന്ന കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ പെർസെന്റേജും ഈ 2 സീറോയും ക്യാൻസൽ ആയി. അടുത്ത ടേമില്
ഈ പെർസെൻറ്റേജും ഈ രണ്ട് സീറോയും ക്യാൻസൽ ആയി. ഇവിടെ ഈ പെർസെൻറ്റേജും ഈ രണ്ട് സീറോയും ക്യാൻസൽ ആയി. ഇവിടെ 7 into 98 ആണ്. ഇവിടെ 3 into 45 ആണ്. ഇവിടെ 8 into 48 ആണ്. ഓക്കെ ആണേ. സോ നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 5 വന്നേക്കുന്നത്, ഇവിടെ 3 വന്നേക്കുന്നത്, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6. 5 ആൻസറിന്റെയും 5 യൂണിറ്റ് ഡിജിറ്റാ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് ആൻസറിലെത്താം. 7 into 8, 7 ഉം 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 ആ. അപ്പൊ ഈ പ്രോഡക്റ്റ് എന്തായാലും 6ൽ എൻഡ് ചെയ്യും. ഈ നമ്പർ എന്തോ ആയിക്കോട്ടെ, 98 into 7 എന്തോ ആയിക്കോട്ടെ, അവസാനത്തെ ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അതുപോലെ 3 into 45, 3 into 45 ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്. 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. അതുപോലെ 8 into 48 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 8 into 8 64 ആയതുകൊണ്ട് 4 ആയിരിക്കും. സോ 6 plus 4 10, 10 plus 5 5. സോ അവസാനം 5ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, 1205 ആൻസർ ചെയ്താം. അപ്പൊ 3 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് അവിടെ സേവ് ആവുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെന്റ് യൂണിറ്റ് ഡിജിറ്റ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് യൂസ് ആവുന്നത്. ഓക്കെ, ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ്. അപ്പൊ കുറെ പ്രോബ്ലംസ്, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസിൽ ഡിഫറെന്റ് യൂണിറ്റ് ഡിജിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 45 square plus 21 square is equal to question mark ആണിത്. അത് ഞാൻ x square എന്നിട്ടൊന്ന് എഴുതാവേ. 45 square plus 21 square is equal to x square plus 257. x square plus 257. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എക്സ് സ്ക്വയർ എന്താണെന്ന് അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെയ്യാം. 5ന്റെ സ്ക്വയർ 5ലെ അവസാനിക്കൂ, 1ന്റെ സ്ക്വയർ 1ലെ അവസാനിക്കൂ. അപ്പൊ ഇവിടെ 6 ആയി. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 7 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 7 വരും. അപ്പൊ ഏതോ ഒരു നമ്പർ അതിൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യണം. ഏതോ ഒരു നമ്പറിൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് നമ്മുടെ എക്സ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം 6ൽ നിന്ന് 7 കുറച്ചിട്ട് -1 എഴുതിയാൽ ഈ പ്രോബ്ലം തെറ്റും. 6ന്റെ ലെഫ്റ്റിൽ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യം മറക്കല്ലേ. 6 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഏതോ ഒരു നമ്പർ അല്ലെ. ഇവിടെ എല്ലാ നമ്പേഴ്സ് ഉണ്ട്, നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്യാരി ചെയ്തിട്ട് 16 എന്ന് എടുക്കും അല്ലെ. 16ന്ന് 7 പോയി കഴിഞ്ഞാൽ 9 ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറാണ്. 9 എൻഡ് ചെയ്യണമെങ്കിൽ 3യുടെ സ്ക്വയറും 9ലാണ് എൻഡ് ചെയ്യുന്നത്, 7ന്റെ സ്ക്വയറും 9ലാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനിൽ 3 ഇല്ല, 7 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് 47 ഫിക്സ് ചെയ്യാം. ആൻസർ 47. അതായത് പ്രോബ്ലം നമ്മൾ 45ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചില്ല, 21ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചില്ല, സബ്ട്രാക്ഷൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെയ്തു. മനസ്സിലായോ? ഒന്നുകൂടെ പറയാവേ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ്, ഇത് 1ൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ കിട്ടും. അതിൽ നിന്ന് 257 ആണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 6ൽ അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് 257 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടണം. അപ്പൊ ഈ 6ൽ നിന്ന് 7 കുറയ്ക്കാൻ നേരത്ത് നമ്മൾ എന്താ ഉറപ്പായിട്ട് നോക്കി ഓപ്ഷനിൽ മൈനസ് ഒന്നും ഇല്ല. അപ്പോഴേ നിങ്ങൾ ആലോചിക്കണം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. 6ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പൊ 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് എക്സ് സ്ക്വയർ. അപ്പൊ ഏതൊക്കെ ഈ നമ്പറിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് 9 തരും? 3ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ എല്ലാ സ്ക്വയർ 9ൽ എൻഡ് ചെയ്യും. 7ൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിന്റെ സ്ക്വയറും 9ൽ എൻഡ് ചെയ്യും. ഇതിനാണ് സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ പഠിക്കണം എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ടും ഒക്കെ പഠിക്കണം. 1ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൽ എൻഡ് ചെയ്യും. 2ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ൽ എൻഡ് ചെയ്യും. 3ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ 9ൽ എൻഡ് ചെയ്യും. 4ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ 6ൽ എൻഡ് ചെയ്യും.
5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ 5ൽ എൻഡ് ചെയ്യും. 6ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ 6, 7 ആണെങ്കിൽ 9, 8 ആണെങ്കിൽ 4. ഇതെല്ലാം പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ 3ഉം 7ഉം 9 തരും, 2ഉം 8ഉം 4 തരും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് 9 തരുന്ന 3ൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ. 3ൽ എൻഡ് ചെയ്യുന്ന ആരും ഇല്ല, ആകെ 7ൽ എൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ആൻസർ 47. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നമ്പർ ഇൻറ്റു 3 is equal to 17 സ്ക്വയർ മൈനസ് 14 ക്യൂബ് പ്ലസ് 56 സ്ക്വയർ. 17ന്റെ സ്ക്വയർ അറിയണം, 14ന്റെ ക്യൂബ് അറിയണം, 56ന്റെ സ്ക്വയർ അറിയണം, അതിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം ചെയ്യണം. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആവും. സോ അതേ ക്വസ്റ്റ്യൻ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡിൽ ചെയ്യാം. കാരണം ഇവിടെ ഡിഫറെന്റ് യൂണിറ്റ് ഡിജിറ്റ്സ് ആണ് നമ്മൾ കിടക്കുന്നത്. ഡിഫറെന്റ് യൂണിറ്റ് ഡിജിറ്റ്സ് ആണ് കിടക്കുന്നത്. സോ x into 3 is equal to 17 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏത് നമ്പറിൽ അവസാനിക്കും? 17ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കത്തില്ലേ? 17 സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 14 ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 14 ക്യൂബിന്റെ 4ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 64 അല്ലേ? ലാസ്റ്റ് അപ്പൊ 4 തന്നെ അല്ലേ? സോ 4ൽ എൻഡ് ചെയ്യും. 4ന്റെ ക്യൂബ് മാത്രം നോക്കിയാൽ മതി. 4ന്റെ ക്യൂബ് 4ൽ എൻഡ് ചെയ്യുന്നെങ്കിൽ 14ന്റെ ക്യൂബും 4ൽ എൻഡ് ചെയ്യും. ഇനി പ്ലസ് 56ന്റെ സ്ക്വയർ. 6ൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും സ്ക്വയർ ആണെങ്കിലും ക്യൂബ് ആണെങ്കിലും റേസ് ടു എത്രയാണെങ്കിലും 6ൽ തന്നെ അവസാനിക്കും. സോ അത് 6ൽ അവസാനിക്കും. ഓക്കെ ആണല്ലോ? സോ x into 3 is equal to 9ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൽ നിന്ന് 4ൽ അവസാനിക്കുന്ന ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പർ കിട്ടും. അതിന്റെ കൂടെ 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ൽ അവസാനിക്കും അല്ലെ? അപ്പൊ x into 3 is equal to എന്താ? 1ൽ എൻഡ് ചെയ്യണം. 3ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ 1ൽ എൻഡ് ചെയ്യുന്നത്? 3ന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1ൽ എൻഡ് ചെയ്യോ? ഈ നമ്പർ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണോ? അല്ല. ഈ നമ്പർ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണോ? 3 into 5 15 ആണ്. 1 കിട്ടിയില്ല. ഇനി ഈ നമ്പർ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് പോവാണേ. ഓപ്ഷൻ നിങ്ങൾ നോക്കി 7 into 3 21 കിട്ടും. 7 into 3 21 കിട്ടും. അപ്പൊ 227 ആണ് ആ നമ്പർ. 7 into 3 മാത്രമേ ലാസ്റ്റ് 1 തരത്തുള്ളൂ. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് 7 into 3 മാത്രമേ ലാസ്റ്റ് 1 തരത്തുള്ളൂ. സോ ആൻസർ 227. 9ൽ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ 9 into 3 27, 7ൽ എൻഡ് ചെയ്തത്. സോ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ആൻസർ 227. ഇത്രയും ഓക്കെ ആണോ? സോ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പൊ ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ്. നമ്മൾ പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്ത് നോക്കാണ്ട് സ്ക്വയർസോ ക്യൂബ്സോ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ ഒന്നും കണ്ടുപിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ, യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ. One 15% of 2,300 plus 165 into 124 minus 481 divided by 13 minus x is equal to 0. Unit digit different ആണ്. 8, 6, 5, 4, 2. 8, 6, 5, 4, 2. Last question ആണ്. ഇതും കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഓഫും 2 സീറോയും കൂടെ കട്ടായി. സോ 115 into 23 ആയത് പ്ലസ് ഇത് നിങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ 5 into 4 20 ആയതുകൊണ്ട് നമ്പർ 0ൽ എൻഡ് ചെയ്യും. 481/13 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് 7 കിട്ടും അല്ലെ? 7 കിട്ടും. സോ ലാസ്റ്റ് 7 വരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ 7 into 3 ആണ് ഈ 1 തരുന്നത്. മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു 0. സോ ഇവിടെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 5 ആണ്. 5 plus 0 5 തന്നെയാണ്. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 15ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യണം.
എത്ര വരും? 8 വരും. അപ്പൊ 8 മൈനസ് എക്സ് ആണ് 0. 8 മൈനസ് എക്സ് ആണ് 0. ഒരു നമ്പർ 8ൽ അവസാനിക്കുന്നു. അതിൽ 8ൽ അവസാനിക്കുന്ന നമ്പർ തന്നെ വേണം, എന്നാലല്ലേ 0 കിട്ടൂ. സോ ആൻസർ ഓപ്ഷൻ 23,060. ക്ലിയർ ആണോ? ഓപ്ഷൻ എ. അപ്പൊ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ താങ്ക് യു. സിംപ്ലിഫിക്കേഷൻ പറഞ്ഞു തന്ന അത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ സിംപ്ലിഫിക്കേഷന്റെ ഒരു സെക്ഷനോട് ചെയ്യണം. മിസ്സിംഗ് നമ്പേഴ്സ്, റോങ് നമ്പേഴ്സ്, പിന്നെ നമ്മുടെ അരിത്തമെറ്റിക് സെക്ഷൻസ്, ആവറേജ്, ഇതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.